ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അസ്സാലിഹീന മിൻ ഇബാദില്ലാ അമ്മാ ബഅദ്. ബഹുമാനികളെ, പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മുടെ നോമ്പും കർമ്മങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. നരകത്തിൽ നിന്ന് നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും അവൻ മോചിപ്പിക്കുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ. ഒരു രാത്രിയിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. കുറച്ച് നടന്നപ്പോൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളെയും ഉമറുൽ ഫാറൂഖ് തങ്ങളെയും കണ്ടുമുട്ടി. അവരോട് ചോദിച്ചു, എന്തേ നിങ്ങൾ ഈ സമയത്ത് പുറത്തിറങ്ങാൻ കാരണം? അവർ പറഞ്ഞു, അൽ ജൂഉ യാ റസൂലല്ലാഹ്, വിശപ്പാണ് നബിയെ, അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തിറങ്ങിയത്. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി മാ അഖ്റജനി ഇല്ലല്ലദീ അഖ്റജകുമാ, നിങ്ങൾ എന്തുകൊണ്ടാണോ പുറത്തേക്ക് വന്നത് അക്കാരണം കൊണ്ട് തന്നെയാണ് ഞാനും പുറത്തിറങ്ങാൻ ഉണ്ടായ കാരണം എന്ന്. വിശപ്പ് തന്നെ. അങ്ങനെ അവർ ഒരു അൻസാരിയുടെ വീട്ടിൽ ചെന്നു. അൻസാരി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല, വെള്ളം കൊണ്ടുവരാൻ പോയതാണ്. അദ്ദേഹം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂട്ടുകാരെയും കണ്ടപ്പോഴ് അവിടുന്ന് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന് ഈ ഭൂമി ലോകത്ത് എന്നേക്കാളും മഹത്വമുള്ള അതിഥികൾ വേറെ ആർക്കും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈത്തപ്പഴം കൊണ്ടുവച്ചു. ഒരു ഈത്തപ്പഴക്കൊല. അതിൽ നല്ലവണ്ണം പഴുത്തതുണ്ട്, പകുതി പഴുത്തതുണ്ട്, കാരക്കയുണ്ട്. അവർ അത് കടിച്ചു. പിന്നെ അദ്ദേഹം ഒരു ആടിനെ അറുത്തു. എന്നിട്ട് ഭക്ഷണമുണ്ടാക്കി, അതും കടിച്ചു. അങ്ങനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂട്ടുകാരും പിരിഞ്ഞുപോയി. പിരിഞ്ഞു പോകുമ്പോൾ ഇതേക്കുറിച്ച് നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വിശന്നുകൊണ്ട് നിങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി ഭക്ഷണം കഴിച്ചുകൊണ്ടാണ്, വയറ് നിറച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. വിശപ്പാണ് പ്രശ്നം, വിശപ്പാണ് നമ്മുടെ വിഷയം. വിശപ്പ് സഹിക്കണം, എങ്കിലേ ഉന്നതിയിലെത്താൻ കഴിയുകയുള്ളൂ. ഇവിടെ മനുഷ്യകുലത്തിലെ ഏറ്റവും ഉന്നതരായ 3 വ്യക്തികൾ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഉന്നതരാണല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ ഉന്നതരാണ് മറ്റു 2 പേരും. അവർ വിശപ്പ് സഹിച്ചുകൊണ്ട് കടിഞ്ഞുകൂടുന്നു. വേണമെങ്കിൽ അവർക്ക് എത്രയും ആഹരിക്കാമായിരുന്നു, എത്രയും വിഭവങ്ങളെ സംഭരിക്കാമായിരുന്നു. പക്ഷെ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അവർ ലളിതമായ ജീവിതം നയിച്ചവരാണ്. വിശപ്പ് സഹിക്കുക എന്നത് ഉന്നതിയിലേക്കുള്ള ചവിട്ടുപടിയാണ്. സൂഫിയാക്കൾ പറയുന്നു, മഹത്വത്തിലേക്ക് ഒരാൾ എത്തണമെങ്കിൽ, ഉന്നതിയിലേക്ക് എത്തണമെങ്കിൽ വിശപ്പ് സഹിക്കണമെന്ന്. സൂഫിസത്തിലേക്ക് എത്താനുള്ള പല കവാടങ്ങളിൽ ഒരു കവാടമാണ് വിശപ്പ് സഹിക്കുക എന്ന് പറയുന്നത്. വിശപ്പ് സഹിക്കുക എന്ന് നാം പറയുമ്പോൾ ശരീരത്തിന് ദോഷമാവുകയും രോഗമുണ്ടാവുകയും നിലക്കുള്ള വിശപ്പ് അങ്ങനെ സഹിക്കലല്ല. അത് പാടില്ലാത്തതാണ്. അതുകൊണ്ടാണ് നോമ്പ് രാവിലെ മുതൽ പുലർക്കാലം മുതൽ പ്രദോഷം വരെ മാത്രമാണ് നോമ്പ്. വിശപ്പ് സഹിക്കലും ഭക്ഷണം ഒഴിവാക്കലും ഒക്കെ. അല്ലാതെ രാത്രിയും ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ പിന്നെ പിറ്റേ ദിവസവും നോമ്പ് നിൽക്കുക, അങ്ങനെ തുടർച്ചയായിക്കൊണ്ട് ഭക്ഷണം കഴിക്കാതെയും പാനീയം കുടിക്കാതെയും നോമ്പ് തോൽക്കൽ നിഷിദ്ധമാണ്. വിഭവങ്ങളൊന്നുമില്ലാത്തവരവസ്ഥ, അങ്ങനെ വിശപ്പ് സഹിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് അതൊരു ബലാ ആകുന്നു. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ. നമ്മൾ ചില ആഫ്രിക്കൻ നാടുകളിൽ കാണുന്ന പോലെ വിഭവങ്ങളൊന്നുമില്ല. അവര് വിശപ്പ് സഹിച്ച് വിശപ്പ് കൊണ്ട് മരണപ്പെട്ടു പോകുന്നു. അങ്ങനത്തെ ഒരവസ്ഥ, അത് വലിയ പരീക്ഷണമാണ്. അതേക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ ഭക്ഷണമുണ്ട്, ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട്. പക്ഷെ അതൊക്കെ ഒഴിവാക്കി വിശപ്പ് സഹിക്കുന്നു ചില സമയങ്ങൾ. 12 മണിക്കൂർ അല്ലെങ്കിൽ 11 മണിക്കൂർ അല്ലെങ്കിൽ 13 14 മണിക്കൂർ, 16 മണിക്കൂർ വരെ ഭക്ഷണ പാനീയങ്ങൾ ഒഴിവാക്കുന്നത് ഏറ്റവും ഉത്തമമാണെന്ന് വൈദ്യശാസ്ത്രം തന്നെ പറയുന്നുണ്ടല്ലോ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശൈത്വാന്റെ സഞ്ചാര പഥങ്ങളെ നിങ്ങൾ കുടുസാക്കണം വിശപ്പ് കൊണ്ട് എന്ന്. അവിടുന്ന് പറഞ്ഞു, മറ്റൊരു ഹദീസിൽ കാണാം, ജാഹിദു അൻഫുസകും ബിൽ ജൂഇ വൽ ആത്ഷി, വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും നിങ്ങളുടെ നഫ്സിനോട് നിങ്ങൾ പടപൊരുതണം, നിങ്ങളുടെ ദേഹേച്ഛയോട് നിങ്ങൾ പടപൊരുതണം. അതിൽ വലിയ കൂലിയുണ്ട്. നിങ്ങൾ വാളും കുന്തവും ആയുധങ്ങളും എടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നത് പോലെയുള്ള പ്രതിഫലം അതിനുണ്ട്. സ്വന്തം ശരീരത്തിന്റെ ദേഹത്തിന്റെ ഇച്ഛകളോട്, ദുർമോഹങ്ങളോട് പടപൊരുതുന്നതിന്
അങ്ങനെ പടപൊരുതാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ വിശപ്പ് സഹിക്കണം, ദാഹം സഹിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഒരുപാട് ഗുണങ്ങൾ വിശപ്പ് സഹിക്കുന്നതിന് പറയപ്പെടുന്നുണ്ട്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു 10 ഗുണങ്ങൾ എണ്ണിയിട്ടുണ്ട്. ഒന്ന്, ഹൃദയത്തിന് അത് തെളിച്ചമുണ്ടാക്കും. വിശപ്പും ദാഹവും സഹിക്കുമ്പോൾ ഹൃദയത്തിന് തെളിച്ചമുണ്ടാക്കും. അപ്പോൾ നല്ല ഉൾക്കാഴ്ച മനുഷ്യന് കിട്ടും, ദീർഘവീക്ഷണമുണ്ടാവും. വയറ് നിറയുമ്പോൾ ആവട്ടെ അത് ഹൃദയത്തിന് അന്ധത ഉണ്ടാക്കി തീർക്കും, മനുഷ്യന്റെ ചിന്താശക്തി കുറക്കും, അവർക്ക് ബുദ്ധിമോശം ഉണ്ടാക്കി തീർക്കും. രണ്ടാമത്തെ കാര്യം, ഹൃദയം മൃദുലമാവും, കടുത്തു പോവുകയില്ല. ഹൃദയം മൃദുലമാകുമ്പോൾ എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരെയും സഹായിക്കാനുമുള്ള വാഞ്ഛനയുണ്ടാവും. മൂന്നാമത്തെ ഗുണം, പരീക്ഷണവും ശിക്ഷയും ഓർക്കാൻ കഴിയും. അള്ളാഹുവിന്റെ പരീക്ഷണം, അള്ളാഹുവിന്റെ ശിക്ഷ, അതേക്കുറിച്ച് ഓർക്കാൻ കഴിയും. നേരത്തെ നാം പറഞ്ഞല്ലോ, വിഭവങ്ങളില്ലാതെ ഒരു കാലം, ക്ഷാമമായ കാലം വരുമ്പോൾ നാം വിശപ്പ് ധാരാളമായി സഹിക്കേണ്ടി വരും, ഒരിക്കലും നമുക്ക് സഹിക്കാൻ കഴിയാത്ത നിലക്ക്. അങ്ങനെയുള്ള ഒരു കാലത്തെക്കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഭവത്തെക്കുറിച്ച്, പരീക്ഷണത്തെക്കുറിച്ച് ഓർക്കാൻ ഇതുകൊണ്ട് നമുക്ക് ഇടവരും. വയറ് നിറയുന്നവന് വിശക്കുന്നവരെ കുറിച്ചോ അല്ലെങ്കിൽ വിശപ്പിന്റെ കാഠിന്യത്തെക്കുറിച്ചോ ഓർക്കാൻ സാധിക്കുകയില്ല. നാലാമത്തത്, ദേഹേച്ഛയെ പ്രതിരോധിക്കാൻ ഇതിലൂടെ കഴിയും. ദുശ്ചിന്തകൾ നൽകുന്ന മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയും. അഞ്ചാമത്തെ ഗുണം, ഉറക്കിനെ തടുക്കാൻ കഴിയും. ഉറക്ക് ധാരാളമായി ഉറങ്ങുമ്പോൾ നന്മകൾ ചെയ്യാൻ കഴിയുകയില്ല, അത് നമ്മുടെ വയസ്സിനെ വിനഷ്ടമാക്കി കളയും. ആറാമത്, എളിമയും താഴ്മയും ഉണ്ടാവും വിശപ്പ് സഹിക്കുമ്പോൾ. അഹമതി നീങ്ങിപ്പോകും, അഹങ്കാരം നീങ്ങിപ്പോകും. ഏഴാമത്തെ ഗുണം, ഇബാദത്തിൽ നിലകൊള്ളുക എന്നത് അനായാസം സാധ്യമാകും. അതിലൊരു പ്രയാസവും ഉണ്ടാവാതെ കണ്ട്, പ്രയാസമില്ലാതെ കണ്ട് ആരാധന ചെയ്യാൻ കഴിയും. ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ ഇബാദത്തിന് അത് തടസ്സമാവും. എട്ടാമത്തെ ഗുണം, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു, ശരീരത്തിന് ആരോഗ്യം കൈവരും, രോഗം മാറിപ്പോകും. പലപ്പോഴും പല രോഗങ്ങളും ഉണ്ടാവുന്നതിന്റെ കാരണം അമിത ഭോജനമാണല്ലോ, നമുക്കത് ശരിയാവണ്ണം അറിയാവുന്ന കാര്യമാണ്. 9, ചെലവ് കുറക്കാൻ കഴിയും, ജീവിത ചെലവ് കുറക്കാൻ കഴിയും. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു, കുറഞ്ഞ ഭക്ഷണമാകുമ്പോൾ കുറഞ്ഞ പണം ചെലവഴിച്ചാൽ മതി. വിഭവ സമൃദ്ധമായ ആഹാരം വയറ് നിറച്ച് കഴിക്കുന്നത് കൊണ്ട് അമിതമായ ചെലവിലേക്ക് അത് എത്തിക്കുന്നതാണ്. അത് തെറ്റായ കാര്യമാണ്. 10ാമത്തെ കാര്യം, അന്യരുടെ വിഷമം മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ അവർക്ക് സ്വതക്ക ചെയ്യാൻ കഴിയും, സാന്ത്വനം ചെയ്യാൻ കഴിയും, അവരെ ആശ്വസിപ്പിക്കാനുള്ള പ്രേരണയുണ്ടാവും. അത് മാത്രമല്ല, തന്റെ ആവശ്യത്തെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യത്തിന് പ്രാധാന്യം നൽകാൻ കഴിയും. തന്റെ വിശപ്പിനേക്കാളും ആ മറ്റുള്ളവരുടെ വിശപ്പ് മാറട്ടെ എന്ന് അവനക്ക് തോന്നുമാറും. അങ്ങനെയുള്ള മഹത്തായ ചിന്ത അവനിൽ ഉണ്ടാക്കാൻ കഴിയും. പാവപ്പെട്ടവരെയും യതീമുകളെയും വിധവകളെയും അഗതികളെയും അശരണയെയും സംരക്ഷിക്കാൻ ഇതിലൂടെ പ്രേരണ കിട്ടുന്നതാണ്. അങ്ങനെ അന്ത്യനാളിൽ അവർക്ക് ആ സ്വതക്കയുടെയും സ്വാന്തനത്തിന്റെയും തണലിലായിക്കൊണ്ട് കഴിയാനും സ്വർഗത്തിലെത്താനും കഴിയുന്നതാണ്. ഇങ്ങനെ 10 ഗുണങ്ങൾ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു വിശപ്പ് സഹിക്കുന്നതിന് എണ്ണിപ്പറഞ്ഞിട്ടുണ്ട്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിലെ ഭരണാധികാരിയായിരുന്നല്ലോ. മഹാനവരുടെ കയ്യിലായിരുന്നു അവിടുത്തെ ഖജനാവ്. എന്നിട്ടും എന്നും അവർ നോമ്പ് നിൽക്കുന്നവരായിരുന്നു, വിശപ്പ് സഹിക്കുന്നവരായിരുന്നു. അവരോട് ചോദിച്ചു, യൂസുഫ് നബിയോട് ചോദിച്ചു, എന്തേ അങ്ങയുടെ കയ്യിൽ പണം എല്ലാം, ഈ രാജ്യത്തെ മുഴുവൻ പണവും അങ്ങയുടെ കയ്യിലുണ്ടായിട്ട് പോലും എന്തേ ഇങ്ങനെ വിശപ്പ് സഹിക്കുന്നു എന്ന്. അവിടെ നിന്ന് പറഞ്ഞത്, പാവപ്പെട്ടവരുടെ വിഷമം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒരു നേരത്തെ കഞ്ഞിക്ക് വകയില്ലാത്തവന്റെ പ്രയാസം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആ പ്രയാസം അറിഞ്ഞുകൊണ്ട് അവരെ സഹായിക്കാൻ എൻ്റെ മനസ്സിന് കരുത്തു വേണം, അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. ലളിത ജീവിതം പരിശീലിക്കുക. കാരണം സമ്പന്നത
എന്നും നിലനിൽക്കുകയില്ല എന്ന് ഒരു വിശുദ്ധമായ വചനത്തിൽ കാണാം. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലയോ, 2 ദിനം തുടർച്ചയായി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്ത് വരെയും റൊട്ടി കഴിച്ചിട്ടില്ല. വേറൊരു ഹദീസിൽ കാണാം, മദീന മുനവ്വറയിൽ വന്ന ശേഷം 3 ദിവസക്കാലം തുടർച്ചയായി റൊട്ടി കഴിച്ച സംഭവം ഉണ്ടായിട്ടില്ല എന്ന്. പിന്നെ എങ്ങനെയായിരുന്നു അവിടുത്തെ ജീവിതം, നിങ്ങളുടെ ജീവിതം എന്ന് ചോദിച്ചപ്പോൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാരക്കയും വെള്ളവും ഈത്തപ്പഴവും വെള്ളവും കൊണ്ടാണ് ജീവിച്ചത് എന്ന്. ചിലപ്പോൾ അൻസാരികളായ ചില അയൽക്കാർ അവരുടെ ഒട്ടകം കറക്കുമ്പോൾ ഒട്ടകപ്പാല് കറക്കുമ്പോഴേ ഒട്ടകത്തിന്റെ പാൽ കൊടുത്തയക്കാറുണ്ട്, അതും കുടിക്കും എന്ന് ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി അവിടുത്തെ ശിഷ്യൻ റബീഅ് പറയുന്നു, 16 കൊല്ലത്തിനിടക്ക് ഒരു തവണയാണ് ഞാൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചത്. അത് തന്നെ ഞാൻ വായക്കകത്ത് കൈയിട്ട് ഛർദിച്ചു. കാരണം വയറ് നിറഞ്ഞാൽ ശരീരഭാരം കൂടും, ഹൃദയം കടുത്തുപോകും, ബുദ്ധിമാന്ദ്യം ഉണ്ടാകും, ഉറക്കം കൂടും, ഇബാദത്ത് കുറയും. ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. മഹാനായ സുലൈമാൻ ഉദ്ദാറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആഖിറത്തിലെ വിജയത്തിന്റെ താക്കോലാണ് വിശപ്പ് എങ്കിൽ ദുനിയാവിന്റെ താക്കോലാണ് വയറ് നിറക്കുക എന്നത്. ബിശ്റു ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ജൂഉ വിശപ്പ് എന്നത് അത് ഹൃദയത്തിന് പ്രകാശമുണ്ടാക്കും. വയുമീത്തുൽ ഹവ, ദേഹേച്ഛയെ അത് നശിപ്പിക്കും. വയൂരിസുൽ ഇൽമ ദഖീഖ, അതിസൂക്ഷ്മമായ അറിവുകൾ ലഭിക്കാൻ അത് കാരണമാകും എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ റമദാൻ ഇത് വിശപ്പ് സഹിക്കാനുള്ള ഒരു പരിശീലന കളരിയാണ്. വിശപ്പ് സഹിക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ എണ്ണിപ്പറഞ്ഞല്ലോ. അഷ്റഫുൽ ഖൽഖായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം നാം നോക്കിയാൽ അങ്ങനെയായിരുന്നല്ലോ, വിശപ്പ് സഹിച്ചുകൊണ്ടായിരുന്നല്ലോ അവിടുന്ന് ജീവിച്ചത്. ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ നമുക്കതേക്കുറിച്ച് വിശദമായി പറയാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.